പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം പെന്തക്കോസ്തി സംഭവത്തെ കുറിച്ച് ധ്യാന പഠന വിഷയമാക്കി. ഇപ്പോൾ നമുക്ക് ഒരു നവമായ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കുചേരാം. നിത്യ നവമായ പെന്തക്കോസ്തി അനുഭവം നമുക്ക് നൽകുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. തിരുവചനം വായിച്ചു പഠിച്ച് ധ്യാനിച്ചൊരുങ്ങി ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് നിത്യ നവമായ പെന്തക്കോസ്തി അനുഭവിക്കാൻ കഴിയും. നവമായ ഒരു പെന്തക്കോസ്തി അനുഭവം ഇന്നിവിടെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകാൻ ഇടയാകണം. ദൈവത്തിന്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തീയ പെന്തക്കോസ്തി ദൈവിക വെളിപാടിന്റെയും ഉത്ഥാന പ്രതീക്ഷയുടെയും പൂർത്തീകരണമാണ്. മാത്രമല്ല, ഉത്ഥിതനായ കർത്താവിന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ്. യേശുവിന്റെ മാമോദീസായുടെ സമയത്ത് പരിശുദ്ധ ത്രിത്വം വെളിപ്പെട്ടതുപോലെ അല്ല, ഇവിടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രത്യക്ഷീകരണം ഈ പെന്തക്കോസ്തി അനുഭവത്തിൽ വളരെ ശക്തവും വ്യക്തവുമാണ്. ശിഷ്യഗണമാണ് ഈ അനുഭവത്തിലേക്ക് വന്നത്, ഒരു സമൂഹം, ഒരു വ്യക്തിയല്ല. മാത്രമല്ല, ഇപ്പോൾ അവർക്ക് കൊടുത്തത് സ്നേഹത്തിന്റെ നിയമമായ പരിശുദ്ധാത്മാവിനെയാണ്. ഈ പെന്തക്കോസ്തി സംഭവം ദൈവിക വെളിപാടിന്റെയും ഉത്ഥാന പ്രതീക്ഷയുടെയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണമാണ്. നവമായ ഒരു പെന്തക്കോസ്തി അനുഭവം നാഥ ഞങ്ങൾക്ക് അനുദിനം നൽകണം. അനുദിനം ആത്മാവിനാൽ നവീകരിക്കപ്പെടുന്നവരാകണം. പിതാവയച്ച സഹായകൻ യേശു തമ്പുരാന്റെ വാഗ്ദാനം ഇതുപോലെ നമുക്കും ഒരു പെന്തക്കോസ്തി അനുഭവമാകണം ഓരോ പ്രഭാതത്തിലും പരിശുദ്ധ കുർബാന. ഈ പെന്തക്കോസ്തി സംഭവത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ മെസ്സയാനിക സമൂഹത്തിന്റെ ഒരുമിച്ച് ചേരൽ സംഭവിക്കുന്നു. മെസ്സയാനിക സമൂഹം എന്ന് പറയുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഒരുമിച്ച് ചേരൽ, മെസ്സയാനിക സമൂഹത്തിന്റെ ഒന്നിച്ചു ചേരൽ. മാത്രമല്ല, യുഗാന്ത്യത്തിലെ ആത്മനിറവ്. ജോയേൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നത് പോലെ, ജോയേൽ 2:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, യേശു സെഹിയോൻ മാളികയിൽ വെച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചല്ലോ, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് നമ്മൾ ഓരോ കുർബാനയിൽ പങ്കുചേരുമ്പോഴും ഈ സെഹിയോൻ മാളികയിൽ യേശുവിനോടൊപ്പം കൂടിയിരുന്ന പരിശുദ്ധാമ്മയും ശിഷ്യഗണവും അവരെല്ലാവരും ഒരുമിച്ച് നമ്മൾ ആ കൂട്ടായ്മയോട്, ആ സ്വർഗീയ ഗണത്തോട് ഒരുമിച്ച് ചേരുകയാണ്. ഓരോ കുർബാനയിലും ഈ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അങ്ങനെ മെസ്സയാനിക സമൂഹത്തിന്റെ ഒരുമിച്ച് ചേരൽ സംഭവിക്കണം. യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് പിതാവ് അയച്ചത് സകല ജനത്തെയും തന്നിൽ ഒന്ന് ചേർത്ത് തന്നിലൂടെ പിതാവിലേക്ക് ഉയർത്തുവാൻ, പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഉയർത്തുവാൻ. ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാൻ കഴിയണം, നമ്മിലൂടെ അനേകരെ ആകർഷിച്ചടുപ്പിക്കുവാൻ. അങ്ങനെ മെസ്സയാനിക സമൂഹത്തിന്റെ ഒരുമിച്ച് ചേരൽ, യുഗാന്ത്യത്തിലെ ആത്മനിറവ്. യുഗാന്ത്യം ലോകാവസാനമല്ല, യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ ആരംഭിച്ച് അവന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ഇവയിലൂടെ പൂർത്തിയാക്കി സഭയിലൂടെ അതിന്റെ ഭാവി പൂർണ്ണതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ ആരംഭിച്ച് അവന്റെ മരണോത്ഥാനത്തിലൂടെ പൂർത്തിയാക്കപ്പെട്ട് സഭയിലൂടെ യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് യേശുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ സകലരെയും ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നത്. യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ തക്ക വിധം ഭൂമുഖത്തെ നവീകരിക്കുകയും യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് യേശുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭയിലൂടെ
വചനം നവനവങ്ങളായ മാർഗങ്ങളിലൂടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങളെ ആകർഷിച്ചടുപ്പിക്കുന്ന വചനം സഭയുടെ കൂദാശകളിലൂടെ അല്ലെങ്കിൽ കൗദാശിക ജീവിതത്തിലൂടെ വചനം ഇന്ന് നമ്മുടെ ഇടയിൽ മാംസം ധരിക്കുന്നു. ഒരു യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ലോകത്തെവിടെയൊക്കെ നമ്മൾ ആയിരുന്നാലും ഈ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി ഒറ്റ സമൂഹമാണ്. ഒരു യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ലോകത്തിൽ എവിടെ ആയിരുന്നാലും കത്തോലിക്ക വിശ്വാസികൾ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവർക്ക് സഭയുടെ പ്രബോധനം, യേശുതമ്പുരാൻ നൽകിയിട്ടുള്ള പ്രബോധനം വചനത്തിലൂടെയും പിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൂടെയും ദൈവകൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ചുള്ള ജീവിത ശൈലി, ഒരുമിച്ച് കൂട്ടായ്മയിൽ അപ്പം മുറിക്കൽ, പരിശുദ്ധ കുർബാന, പ്രാർത്ഥന, സഭയുടെ ആരാധനക്രമപരമായ പ്രാർത്ഥന, നമുക്ക് യാമ പ്രാർത്ഥനകൾ എന്ന് പറയാം. പരിശുദ്ധ കുർബാനയും യാമ പ്രാർത്ഥനകളും അതുപോലെ ഒരു മനസ്സോടെ ഒരു കൂട്ടായ്മയായി വളരും. ഈ ഒരു പെന്തക്കോസ്തി അനുഭവം പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിരന്തരം ധ്യാനിക്കണം. അത് നമുക്ക് എപ്പോഴും ജോലിക്കിടയിലും യാത്ര ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും വിശ്രമിക്കാനായി കിടക്കുമ്പോഴും ഒക്കെ ഈ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാം. മലങ്കര ആരാധനക്രമപ്രകാരം നമുക്കറിയാം പെന്തക്കോസ്തി തിരുനാളാണ് ത്രിത്വത്തിന്റെ തിരുനാള്. കാരണം പെന്തക്കോസ്തി ദിവസമാണ് ത്രിത്വം വെളിപ്പെട്ടത് അതിന്റെ പൂർണ്ണതയിൽ. അപ്പൊ ഈ ദൈവത്തിന്റെ പ്രത്യക്ഷീകരണ അനുഭവം, ദൈവജനത്തിന്റെ ഒരുമിച്ച് ചേരൽ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ പരിശുദ്ധാത്മാവിന്റെ ആവാസം, യുഗാന്ത്യത്തിലെ ആത്മനിറവിന്റെ അനുഭവം ഇവിടെ അനുഭവിക്കുന്നു. ഇന്നിവിടെ അത് ഓരോ ദിവസവും വളരും. അതിൻ്റെ എല്ലാം പൂർത്തീകരണം ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ. അങ്ങനെ നമ്മളിലൂടെ മെസ്സയാനിക സമൂഹം ഒരുമിച്ച് ചേരണം. അതായത് യേശു നാമത്തിൽ സകലരെയും ഒരുമിച്ച് ചേർക്കണം. ഇങ്ങനെ ഒരു പെന്തക്കോസ്തി അനുഭവം നമുക്ക് നൽകുവാനായി നമുക്ക് ഹൃദയപൂർവ്വം ഈ വചനം ഉൾക്കൊണ്ട് നിരന്തരം ധ്യാനിക്കാം. ഇതിന്ന് ഈ സമയത്ത് തീരുന്നതല്ല, എപ്പോഴും ഈ ചിന്തകൾ ഉൽപ്പത്തി മുതല് കർത്താവിന്റെ ഈ പെന്തക്കോസ്തി വരെയുള്ള വളർച്ചയുടെ തലം, ദൈവാത്മ നിറവിന്റെ അനുഭവം, ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലുള്ള ജീവിതം, ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാനും അനേകരുമായി പങ്കുവയ്ക്കാനും, നമ്മൾ പോയി പങ്കുവയ്ക്കാതെ തന്നെ ഈ പരിശുദ്ധാമ്മയും അപ്പോസ്തലന്മാരും ഈ കൂട്ടായ്മ അവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നതേ ഉള്ളൂ. അനേകർ അവിടെ വന്നൊരുമിച്ച് ചേരാൻ ഇടയായി. ഇതുപോലെ സഭാ സമൂഹത്തിലേക്ക് സകലരും അടുത്തു വരുവാൻ, എല്ലാവരും യേശുവിലൂടെ ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയില് ഒരുമിക്കപ്പെടുവാൻ, ഐക്യപ്പെടുവാൻ, ഒന്നു ചേരാൻ ഇടവരണം. ഇതിന് നമ്മുടെ വാചിക പ്രാർത്ഥനകളൊന്നും പോരാ. തീഷ്ണമായ ആഗ്രഹത്തോടെ നമ്മൾ നിരന്തരം ധ്യാനിക്കണം. ധ്യാനത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ വിശുദ്ധീകരിക്കണം. അങ്ങനെ ദൈവജനത്തെ ഒരുമിച്ച് ചേർക്കണം. മെസ്സയാനിക സമൂഹത്തിന്റെ ഒരുമിച്ച് ചേരൽ, നമ്മുടെ ഇടയിൽ യുഗാന്ത്യത്തിലെ ആത്മനിറവിന്റെ അനുഭവം ഉണ്ടാകണം. സർവശക്തൻ ഇതിനായി നമ്മെ സഹായിക്കട്ടെ. ഇത് നിരന്തരം പല ദിവസം നിങ്ങൾ ആവർത്തിച്ച് ധ്യാനിക്കുകയും എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ പോകുമ്പോൾ ഈ ഒരുക്കത്തോടെ പോവുകയും നമുക്കൊന്ന് ചേർന്ന് ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവം നമ്മെയും നമ്മിലൂടെ ലോകത്തെയും വിശുദ്ധീകരിക്കട്ടെ. ദൈവജനത്തെ മുഴുവൻ യേശുവിൽ ഒന്നു ചേർക്കട്ടെ. യുഗാന്ത്യത്തിലെ ആത്മനിറവിന്റെ അനുഭവം ഇന്ന് നമ്മുടെ ഇടയിൽ നിറവേറാനും നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിനും വഴിയൊരുങ്ങട്ടെ. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ